വാർത്ത. മനു തോമസിനെതിരെ വക്കീൽ നോട്ടീസ് അയച്ച് പി ജയരാജന്റെ മകൻ ജെയിൻ രാജ് എന്നുള്ളതാണ്. കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന ആരോപണത്തിനെതിരെയാണ് നിയമ നടപടി. റെഡ് ആർമി പേജിന്റെ അഡ്മിൻ താനല്ലെന്ന് ജെയിൻ രാജ് പറയുന്നു. ഫെലിക്സ് ചേരുന്നുണ്ട് വിവരം നൽകാൻ. ഫെലിക്സ്, വക്കീൽ നോട്ടീസ് അയക്കുന്നു, നിയമ നടപടിയിലേക്ക് പോവുകയാണ്. മനു തോമസിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് ഈ നോട്ടീസിൽ, ഈ പരാതിയിൽ? പ്രതീക്ഷ അപകീർത്തികരമായ പരാമർശത്തിന് 50 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ടാണ് മനു തോമസിന് ഇപ്പോൾ ജെയിൻ രാജ്, പി ജയരാജന്റെ മകൻ, വക്കീൽ നോട്ടീസ് അയച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇത്തരത്തിൽ കൊട്ടേഷൻ സംഘങ്ങളുമായി പി ജയരാജന്റെ മകൻ ജെയിൻ രാജിന് ബന്ധമുണ്ടെന്നും ഇതിന്റെ എല്ലാം കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്നത് ജെയിൻ രാജ് ആണെന്നുമുള്ള ആരോപണം പി ജയരാജന്റെ മകൻ ഈ മനു തോമസ് ഉന്നയിച്ചത്. അതിന് പിന്നാലെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ജെയിൻ രാജ് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് നൽകിയിട്ടുള്ളത്. ഈ വക്കീൽ നോട്ടീസിൽ ജെയിൻ രാജ് മനു തോമസ് ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും തള്ളുകയാണ്. താൻ വിദേശത്ത് മാന്യമായി ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്, തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് മാത്രമല്ല, തന്നെ വലിച്ചിഴക്കുന്നതിലൂടെ തന്റെ അച്ഛനെ കൂടി പൊതു സമൂഹത്തിന് മുൻപിൽ അവഹേളിക്കാൻ ഒരു നീക്കം മനു തോമസ് നടത്തുന്നു. അതുകൊണ്ട് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണം, അല്ലെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കണം എന്നതാണ് ഈ വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെട്ടുള്ളത്. ഒപ്പം തന്നെ മനു തോമസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, നേരത്തെ PG ആർമി എന്ന ഫേസ്ബുക്ക് പേജ് പിന്നീട് റെഡ് ആർമി എന്ന പേരിലേക്ക് മാറ്റിയിരുന്നു. ഈ റെഡ് ആർമിയുമായി ജെയിൻ രാജിന് ബന്ധമുണ്ട് എന്നതായിരുന്നു ആരോപണം. എന്നാൽ റെഡ് ആർമി പേജുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്നും ഈ വക്കീൽ നോട്ടീസിൽ ഈ ജെയിൻ രാജ് വ്യക്തമാക്കുന്നു. ഇതിലും 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചോദിച്ചുകൊണ്ടാണ് ഇപ്പോൾ വക്കീൽ നോട്ടീസ് ജെയിൻ രാജ് മനു തോമസിനെതിരെ അയച്ചിട്ടുള്ളത്.